നമ്മുടെ ക്ലാസ്സിലെ ബുള്ളറ്റ് ബാർ പിടിപ്പിച്ചതിന്റെ ബാക്കി കമ്പി തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകും. പിള്ളേരെല്ലാം ഓളത്തിന് വേണ്ടി കൂടെ ഇറങ്ങിയതാ. തിരിച്ചു വന്നപ്പോ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ എനർജി ആയിക്കോട്ടെ എല്ലാവർക്കും ഏത്തപ്പഴം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സീനിയർ പിള്ളേരൊക്കെ ഗ്രീൻ ബെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഉടനെ എല്ലാവരും ഫൈറ്റിന് ഇറങ്ങണം. അതിന് വേണ്ടിയുള്ള പ്രാക്ടീസ്. എല്ലാവരും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഇവനാണ് ആദം, നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും ചെറിയ സ്റ്റുഡന്റ്. ഹാൻഡ് സ്റ്റാൻഡ് ഒക്കെ പുള്ളി പഠിച്ചു വരുന്നു കേട്ടോ. ഉള്ളപ്പിന്റെ ബിഷപ്പിന്റെ വീഡിയോ കാണുന്നില്ല, ഞാൻ പിന്നെ കാണിച്ചത്. നമ്മുടെ സെക്കൻഡ് ബാച്ചിന് മൊത്തം സ്റ്റാർട്ടിംഗ് പിള്ളേർ. അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ റെസ്റ്റിന് വേണ്ടി വർത്താനം പറഞ്ഞു. കുറച്ച് പേര് പേരൻസ് വരാനുള്ള വെയിറ്റിംഗിൽ ഇരിക്കും. യുവന്മാർക്ക് എന്തായാലും ചുമ്മാ ഇരിക്കുന്ന പരിപാടിയില്ല, എന്തായാലും ഇടിച്ചോണ്ടിരിക്കണം. എന്റെ ഇത്താറ പിള്ളേരാ, ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടേക്കാന്ന് ഓർത്തു. വീട്ടിൽ എത്തിയോടെ എല്ലാവരും പൊറോട്ട കണ്ട് കമന്നടിച്ച് വീണിട്ടുണ്ട്. ഇവര് 4 പേരും എന്റെ സ്റ്റുഡൻസ് ആട്ടോ. 5ാമത്തെ കാലമുണ്ട്. എന്തായാലും വിടാറായിട്ടില്ല, അഡ്മിഷൻ എടുക്കാൻ ആവുന്നേ ഉള്ളൂ. തിരിച്ച് ഡോജോയിലെത്തിയപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം ക്ലാസ്സും പൂട്ടി ഇറങ്ങി. നമ്മുടെ അസീമാണ് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ടുണ്ട്, അതിന് ചെലവാട്ടോ. നമ്മൾ നേരെ നടക്കിലുള്ള കേരള ഹോട്ടലിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അപ്പവും ബാക്കി എല്ലാവരും പൊറോട്ടയും പറഞ്ഞു. പവർ ആയിക്കോട്ടെ, എല്ലാവരും മുട്ടക്കറിയും കൂടെ പറഞ്ഞു. ചെറിയ പയ്യനായോണ്ട് അവൻ അധികം ഊറ്റാൻ പറ്റിയ മുട്ടക്കറിക്കും അപ്പത്തിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയി. അങ്ങനെ കടയിലെ ബില്ല് അടച്ച് നമ്മുടെ സുദേശിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. കൊണ്ടുവിട്ടപ്പോഴാണ് അവനെന്തോ സങ്കടം. വീട്ടിലെത്തിയപ്പോ പിന്നെ ഉമ്മാര് വീട്ടിൽ നിന്ന് ഇപ്പുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം കൂടെ ഇരുന്ന് മിന്നൽ മുരളിയുണ്ട്. ഇതൊന്നും കണ്ടാലും മതിയാവൂല. ബാക്കി എന്നാ നാളെ പറയാം.